ഈ കാര്യത്തിൽ ഇപ്പോൾ ദീപാദാസ് മുൻഷിയാണ് ഇതേക്കുറിച്ച് വിശദമായി ഇവിടുത്തെ എം പിമാരും എം എൽ എമാരും മറ്റ് പാർട്ടി നേതാക്കൾ, സംഘടനാ നേതാക്കൾ ഇവരെല്ലാവരുമായും സംസാരിച്ച ഒരു റിപ്പോർട്ടൊക്കെ തയ്യാറാക്കി കെ സുധാകരനെ മാറ്റാം എന്നുള്ള ഒരു ആലോചനയിലേക്ക് ഏതാണ്ട് അവർ എത്തിച്ചേർന്നിട്ടുണ്ട്. പക്ഷേ എല്ലാ കാലത്തെയും പോലെ ഹൈക്കമാൻഡ് ഉറച്ചൊരു തീരുമാനം പറയാത്തത് തന്നെയാണ് അവരുടെ ആത്യന്തികമായ പ്രശ്നം എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് കരുതാനാവും. കാരണം വീണ്ടും വീണ്ടും ഈ സംശയം, ഇത് മാറ്റണോ വേണ്ടയോ എന്നൊക്കെയുള്ള എന്തൊക്കെയോ സംശയങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. കെ സുധാകരൻ ഡൽഹിക്ക് പോകുമ്പോൾ പറഞ്ഞത്, അല്ലെങ്കിൽ അവിടെ എത്തിയപ്പോൾ പറഞ്ഞത് മാറണമെങ്കിൽ മാറാം, ഇല്ലെങ്കിൽ ഇല്ല എന്നൊക്കെയുള്ള ഒരു ടോണാണെങ്കിൽ യഥാർത്ഥത്തിൽ അദ്ദേഹം പോയത് മാറാൻ താല്പര്യമില്ല എന്നറിയിക്കാൻ തന്നെ ആയിരുന്നു. അദ്ദേഹം ഇവിടുന്ന് പോകുമ്പോൾ അദ്ദേഹത്തിനെതിരെയുള്ള ഏറ്റവും വലിയ ആരോപണം എന്താണ്? അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളാണ്. അദ്ദേഹത്തിന് പരിപാടികളിലൊക്കെ പങ്കെടുക്കാൻ കഴിയുന്നില്ല. പലതരം അത്തരമുള്ള ആരോപണങ്ങളാണ് ദീപാദാസ് മുൻഷിക്ക് മുന്നിൽ ഈ നേതാക്കന്മാരൊക്കെ വെച്ചത്. ഇദ്ദേഹം എന്താ ചെയ്തത്? ഇവിടെ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പങ്കെടുത്ത മുഴുവൻ പരിപാടികളുടെയും പത്ര കട്ടിങ്, അതിൻ്റെ വീഡിയോ ലിങ്ക് ഇതെല്ലാമായിട്ടാണ് ഹൈക്കമാൻഡിലേക്ക് പോയത്. അതെ, ജിമ്മിൽ പോകുന്നത്. അതെ, ഇതെല്ലാമായിട്ട് പോയി അവിടെ പോയി എനിക്ക് ആരോഗ്യത്തിന് വേറെ പ്രശ്നമൊന്നുമില്ല, ഇനി നിങ്ങളായിട്ട് കുഴപ്പമുണ്ടാക്കാതിരുന്നാൽ മതി എന്ന മട്ടിലാണ് ഈ വിഷയങ്ങളെല്ലാം അവിടെ പ്രസൻറ്റ് ചെയ്തത്. പക്ഷേ ഹൈക്കമാൻഡിന് ഇദ്ദേഹം പുറത്തേക്ക് പോകണമെന്നുള്ള ഒരു ആലോചന തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത്. കെ സുധാകരൻ തന്നെ പറഞ്ഞു, രാഹുൽ ഗാന്ധി എന്നെ ആശ്ലേഷിച്ചു, മല്ലികാർജുൻ ഖാർഗെ കാറിനടുത്ത് വരെ എത്തി, എങ്കിലൊരു സംശയം വേണ്ട, ഞാൻ കരുതുന്നത് അതൊരു സെറിമോണിയൽ എക്സിറ്റിന് വേണ്ട പരിപാടിയാണ് സത്യത്തിൽ അവിടെ നടന്നത്. പക്ഷേ തിരിച്ച് കെ സുധാകരൻ ഇവിടെ എത്തുമ്പോഴേക്ക്, നേരത്തെ തന്നെ കെ സുധാകരൻ അങ്ങനെ അങ്ങ് മാറിക്കൊടുക്കണമെന്നുള്ള തോന്നലില്ല, പക്ഷേ ഇവിടെ എത്തുമ്പോഴേക്ക് ഇപ്പോൾ കെ മുരളീധരനെ പോലെയുള്ളവരുടെ കരുത്തരായ കോൺഗ്രസ് നേതാക്കന്മാരുടെ പിന്തുണ വരുന്നു. അപ്പോൾ സ്വാഭാവികമായും അത് മാത്രമല്ല, പിന്നെ ഒപ്പം നിൽക്കുന്ന കോൺഗ്രസ് നേതാക്കൾ ഈ കാര്യത്തിൽ അദ്ദേഹത്തെ ഉപദേശിച്ചിട്ടും ഉണ്ടാകാമല്ലോ. അപ്പോൾ എന്തായാലും ഒന്ന് ഫൈറ്റ് ചെയ്യാം എന്നുള്ള ഫൈറ്റിംഗ് സ്പിരിറ്റിന് ഒരു കുറവുമില്ലാത്ത നേതാവാണ് എന്തായാലും കെ സുധാകരൻ. അപ്പോൾ അത് ഒന്ന് ഫൈറ്റ് ചെയ്ത് കളയാം എന്ന്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കോൺഗ്രസ് നേതൃത്വത്തിലുള്ളവരുടെ, ഇപ്പോൾ KC വേണുഗോപാൽ ആയിക്കോട്ടെ, VD സതീശൻ ആയിക്കോട്ടെ, ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നിപ്പോൾ വാർത്താ സമ്മേളനം നടത്തി, അവരൊക്കെ ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള നേതൃനിരയിലുള്ള ആളുകളുടെ എല്ലാം മനസ്സിൽ ഈ ആഗ്രഹമുണ്ട്, ഇദ്ദേഹം മാറി നിൽക്കട്ടെ എന്നുണ്ടെങ്കിൽ കൂടി ഈ സാധാരണ അണികൾ അങ്ങനെ എടുക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമാണ്. കാരണം ഏറ്റവും എക്സ്ട്രീം അടിക്കാനുള്ള ഒരേ ഒരു നേതാവ് ഇപ്പോഴും, ഇപ്പോൾ കെ മുരളീധരൻ്റെ ഒക്കെ കാര്യം പറയുമെങ്കിലും, ഇപ്പോൾ ധീരജിൻ്റെ വാദം ഒന്നെടുത്ത് നോക്കിക്കോളൂ. SFI പ്രവർത്തകൻ ധീരജ് കൊല്ലപ്പെട്ടതിന് ശേഷം ആ കൊലയാളികൾക്ക് വേണ്ടി ഏറ്റവും ശക്തമായി പറഞ്ഞ ഒരാളാണ് കെ സുധാകരൻ. അവരെ ഒപ്പം നിർത്തിയ ആളാണ് കെ സുധാകരൻ. അതായത് അണികളെ സംബന്ധിച്ചിടത്തോളം ആവേശം കൊടുക്കുന്ന, അല്ലെങ്കിൽ എന്ത് പ്രതിസന്ധിയിലും ഒപ്പം നിൽക്കുന്ന, അല്ലെങ്കിൽ ധീരജിൻ്റെ മരണം ഇരന്നു വാങ്ങിയതാണെന്നുള്ള എക്സ്ട്രീം വർത്തമാനം പറയുന്ന ഒരു നേതാവ്. അപ്പം അങ്ങനെയുള്ള ഏറ്റവും ഒടുവിൽ എന്താണ്, കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിലിനെ തൊട്ടാൽ തൊട്ടവൻ്റെ കൈ വെട്ടും എന്ന് പറയുന്ന ഒരു നേതാവ്, അതിപ്പോഴും കെ സുധാകരൻ തന്നെയാണ്. ആ മാങ്കൂട്ടത്തിലാണ് ഇന്നിപ്പോൾ സുധാകരനെ ഇറക്കാനുള്ള വാർത്താ സമ്മേളനം എന്ന് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന വാർത്താ സമ്മേളനം നടത്തിയത്.